ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. രാത്രിയിലെ ഈ മഞ്ഞൊക്കെ ഉള്ളപ്പോഴാണ് ഈ ചൂടി പുതച്ചൊക്കെ കിടക്കുന്നത്. അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. പിന്നെ തൊഴിൽ തേടിയ വിധങ്ങളെല്ലാം വരുന്നത് എല്ലാ സീസൺ വരുമ്പോൾ എല്ലാവരും ഇങ്ങ് എത്തുക. കൊപ്രാക്കളത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഷെഡിന്റെ അവസ്ഥ കാണുക. ഇത്തരത്തിൽ 7 ഷെഡുകൾ ഇവിടെയുണ്ട്. അതിലെല്ലാം കൂടി അന്തി ഉറങ്ങുന്നത് 350 പേർ. ചിലർ താമസിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ. വിവിധ ജില്ലകളിൽ നിന്നെത്തിയവർ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. വൃത്തിയായി ഭക്ഷണം കഴിക്കാവുന്ന സാഹചര്യം പോലുമല്ല. എവിടെയും മാലിന്യം മാത്രം. ഭക്ഷണങ്ങളെന്ന് പറയുന്നത് കിടക്കാൻ സാധാരണപ്പെട്ട ചെറിയ മുറികളൊക്കെ ഉള്ളൂ. മുറികളായിട്ടല്ല, ഷെഡുകൾ. ഈ ആഹാരം കഴിക്കുന്നിടത്തൊക്കെ. കൊപ്ര കരാറെടുത്തയാളിൽ നിന്ന് തറവാടക ഇനത്തിൽ ദേവസ്വം ബോർഡ് 4 ലക്ഷം രൂപ പ്രതിവർഷം ഈടാക്കുന്നുണ്ട്. എന്നാൽ സൗകര്യങ്ങൾ ഒന്നും ഒരുക്കുന്നില്ല. ഇവിടെ തന്നെ 250-300 പേരുണ്ട്. അവർക്കെല്ലാം പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടി ടെൻഡർ നടക്കുമ്പോൾ അതിൻ്റെ വാടക എത്രയെന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്താൽ അതും കൊടുക്കാൻ തയ്യാറാണ്. തൊഴിലാളികൾക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ദേവസ്വം ബോർഡിനോട് നിരവധി തവണ കരാറുകാരൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ നടപടിയുണ്ടായില്ല. സൗകര്യങ്ങൾ കുറവാണെങ്കിലും എല്ലാ സീസണിലും ഇവർ ജോലിക്കെത്തും. അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ സേവനത്തിനായി. ക്യാമറ പേഴ്സൺ വിഘ്നേഷിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1 സന്നിധാനം.